It's a clear case of lung cancer. Are you sure? Yes. Bronchogenic carcinoma. Advanced stage ആയിപ്പോയി. Lungs totally damaged. Gland biopsy shows secondary infiltration. Radiation try ചെയ്തൂടെ? What's the use? ഒരു 3 മാസത്തിനപ്പുറം എനിക്ക് പ്രതീക്ഷയില്ല. ഇനി ഉള്ളിടത്തോളം കാലം അവർ ബന്ധുക്കളുമായി കഴിയട്ടെ സുഖമായിട്ട്. ആരായി കുട്ടി? നല്ല ഉറക്കവാ. ടെസ്റ്റ് എല്ലാം കിട്ടിയോ? കിട്ടി. നമ്മുടെ ആലീസിന്റെ അനിയത്തിക്ക് വന്ന അതേ അസുഖം, ലങ് ക്യാൻസർ. ആ കുട്ടി 1 വർഷമെങ്കിലും ജീവിച്ചു. ഡോക്ടർ വർഗീസ് സാർ പറയുന്നത് 3 മാസത്തിനപ്പുറം പ്രതീക്ഷ വേണ്ടെന്നാ. കൈ കൊടുക്കുമോനെ, കൈയോട്. ഞാൻ ഐഷയുടെ സ്വപ്നങ്ങൾ മൊത്ത വിലയ്ക്ക് വിറ്റു. പയ്യന് സെക്രട്ടറിയല്ല ജോലി, നല്ല കുടുംബം, നല്ല ചുറ്റുപാട്. പിന്നെ ഡോക്ടറുടെ ഇന്നത്തെ ദിവസം എനിക്ക് വിട്ടു തരണം. നമുക്ക് കടലിലൊരു കുളി, വൈകുന്നേരം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐഷാബികത്തിന്റെ മീൻകറി ഉൾപ്പെടെ ഒരു സ്റ്റൈലൻ ചാപ്പാട്. ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം പറയാം. ഹമീദേ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. നിനക്കത് ശാന്തമായി സമാധാനമായി കേൾക്കാനുള്ള ധൈര്യം നിന്റെ മനസ്സിലുണ്ടാവണം. എന്റെ ജീവിതം എന്ന് പറയുന്നത് അവളാ. അവക്കൊരു നല്ല ജീവിതം കൊടുക്കാൻ വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. ഞാൻ പറയുന്ന കേക്ക്. എന്ത് കേൾക്കാൻ? ഞാൻ പഠിപ്പില്ലാത്തവനാ, കടപ്പുറത്ത് ജീവിക്കുന്നവനാ. നീ ഒരുപാട് പഠിച്ചവനാ. ഞാൻ ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ? ഐഷയുടെ ദീനം എനിക്ക് തരാൻ പറ്റുമോ? എന്താ ഹമീദ ഇത്? നീ എന്ത് മഠയത്തോടെ പറയുന്നേ? പിന്നെ ഞാൻ എന്തിനാ 4ാമത്തെ വയസ്സിൽ അവരുടെ കയ്യും പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഇയാൾ എന്തിനാ ഇവിടെ ഒന്നും ഇല്ലാത്ത പഠിക്കാൻ ലണ്ടനിൽ പോയത്? നീ ഒരു ഡോക്ടർ അല്ല, നിനക്ക് ആരെ സഹായിക്കാനും പറ്റില്ല. നമ്മുടെ ഐഷയ്ക്ക് ഒരു ദീനവും ഇല്ല. ഹമീദേ, ഹമീദേ, നീ പറഞ്ഞത് ശരിയാ. നമ്മുടെ ഐഷയ്ക്ക് ഒരസുഖമില്ല. ഉണ്ടെന്ന് അവൾക്ക് തോന്നാനും പാടില്ല. ഇനിയുള്ള ഓരോ നിമിഷവും അവളുടെ മനസ്സ് നിറയ്ക്കുക. ഓക്കെ? അവൾക്കിനി ചുമ കൂടും, ക്ഷീണം കൂടും, ചിലപ്പോൾ ബോധക്കേടും വരും. അപ്പോഴും നീ എന്നോട് പറഞ്ഞ പോലെ എല്ലാവരോടും അവൾ കേൾക്ക പറയണം. അത് കടൽക്കാരിന്റെ കുഴപ്പം കൊണ്ടാണെന്ന്. ജോമോനെ, നീ ഊണ് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്ത? എനിക്ക് വേണ്ട ചേട്ടാ. ഞാൻ അല്പം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. എന്റെ എല്ലാ മയക്കാക്കയ്ക്കും
ഞാൻ എൻ്റെ ജീവിതം സ്വയം അവസാനിപ്പിക്കുന്നു. ഇനി ഞാൻ ജീവിച്ചിരുന്നതുകൊണ്ട് ആർക്കും പ്രയോജനമില്ലെന്ന് മനസ്സിലായി. ഇനിയെങ്കിലും ഇക്കാക്ക സ്വന്തം ജീവിതത്തെപ്പറ്റി ചിന്തിക്കും. എൻ്റെ ഇക്കാക്കയ്ക്ക് എല്ലാ സൗഭാഗ്യങ്ങളും പടച്ചോൻ തരട്ടെ. ജോമോനെ വാ, ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട. എന്താ നിനക്ക് വേണ്ടാത്ത? ഇന്നലെയും പറഞ്ഞു നീ വേണ്ടെന്ന്. ഞാൻ അല്പനേരം സ്വസ്ഥമായിട്ടിരുന്നോട്ടെ. ഞാനാണ് നിനക്ക് സ്വസ്ഥ തരാത്തത് അല്ലേ? റൈറ്റ് നൗ. യെസ്. നീയും അത് പറയണം. ഞാൻ ആഗ്രഹിച്ചതൊന്നും ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ടവളാ ഞാൻ. എന്റെ ഭർത്താവിന്റെ മരണം ഞാൻ കണ്ടു. എന്റെ മകന്റെ മരണം ഞാൻ കണ്ടു. മരുമകളുടെയും മരണം കണ്ടു. പിന്നെ ഉള്ള പ്രതീക്ഷ അത് നീയായിരുന്നു. നീ ജീവിച്ചിരിക്കുന്നു. മരിച്ചു എന്ന് കരുതി ഞാൻ സമാധാനിച്ചോളോ? ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. നിങ്ങൾ രണ്ടും എന്റെ കാഴ്ചപ്പാടിൽ ഒന്ന് തന്നെയാണ്. സൂര്യൻ ഒന്ന് ഉദിക്കാൻ വെമ്പൽ കൊള്ളുന്നു, മറ്റൊന്ന് അസ്തമിക്കാൻ വേവലാതിപ്പെടുന്നു. നിങ്ങളിൽ അവശേഷിക്കുന്ന പ്രാണവായുവാണ് ജോമോന്റെ ധൈര്യം. പക്ഷേ ഒന്നുകൂടെ മനസ്സിലാക്കുക, അടയ്ക്ക മടിയിൽ വയ്ക്കാം. അടയ്ക്കാമരം അത് പ്രയാസമാണ്. അവന് കുറച്ചു കാലത്തേക്കെങ്കിലും ഈ നാട് വിട്ടു നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് കാരണങ്ങളുണ്ടാവും. ചിറകടിച്ച് പറക്കട്ടെ. എന്നായാലും അവൻ കൂടുതൽ തിരിച്ചു വരും. ഹമീദ്, ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക. ഇതിനു മുമ്പ് പലപ്പോഴും എനിക്ക് ഈ നാട് വിട്ടു പോകാൻ തോന്നിയിട്ടുണ്ട്. അന്നൊക്കെ എന്നെ പിടിച്ചു നിർത്തിയത് എൻ്റെ ഐഷയാണ്. ഇനി ഒരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഈ നിലയിൽ അളിയൻ ഒറ്റയ്ക്ക് പോയാൽ ഇനി ഞാൻ ചെല്ലുന്നിടത്ത് കടലുണ്ടാവാതിരിക്കട്ടെ, കടൽക്കാറ്റുണ്ടാവാതിരിക്കട്ടെ. എത്ര നാൾ കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിൽ മടങ്ങിയെത്തിയാലും ആദ്യം കാണുന്നത് നിന്നെയായിരിക്കും. മേഘങ്ങൾ തേൻകുടങ്ങൾ മോഹങ്ങൾ പൂവനങ്ങൾ പൂവിളികൾ കിളിമൊഴികൾ കാലങ്ങൾ ഇന്നും വീണ്ടും പാൽപ്പുഴകൾ മേഘങ്ങൾ തേൻകുടങ്ങൾ. ജോമോനെ, എന്തുകൊണ്ട് കുറച്ചു നാളത്തേക്ക് നീ ഈ നാട് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അമ്മാമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായി. കൊതി കൊണ്ട് അമ്മാമ്മ നിന്റെ ചിറകൊതുക്കാൻ ശ്രമിക്കുകയായിരുന്നു.
വേണ്ട, നിനക്ക് പറക്കാനുള്ള സമയമായത്. എന്റെ മോൻ പറന്നു, എത്ര ഉയരത്തിൽ വേണമെങ്കിലും പറന്നു. മക്കൾ എവിടെ പോയാലും നല്ലതേ ചിന്തിക്കാവൂ, നല്ലതേ പറയാവൂ, നല്ലതേ ചെയ്യാവൂ. അങ്ങനെ മോന്റെ പപ്പ അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് ചിറകടിച്ച് പറന്നുപോയി. പിന്നെയുള്ള കാര്യം അമ്മാമ്മയ്ക്ക് അറിഞ്ഞൂടാ, മോന്റെ മമ്മിക്കേ അറിയൂ. മമ്മിക്ക് ചോദിക്കാം. ഓക്കെ. പെങ്കൊച്ചിന്റെ പേര് മിനി. അമ്മാമ്മ പറഞ്ഞ പോലെ കിളി പോലുള്ളൊരു പെൺകുട്ടി, റൈറ്റ്? ഒറ്റ കുഴപ്പമുള്ളത് നമ്മുടെ സഭയിലുള്ളതല്ല. പക്ഷേ മിനി ഈ വീട്ടിൽ വന്നാൽ അമ്മാമ്മയെ പൊന്നുപോലെ നോക്കും.